ഹൃദയം തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രേയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം തരുന്ന എല്ലാ കൃപയ്ക്കായും അനുഗ്രഹങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുക എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവം തരുന്ന എല്ലാ അനുഭവങ്ങളെക്കായും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ വിനയപ്പെടുന്നു. ദൈവകൃപ പിന്നെയും തന്ന ദൈവനാമം മഹത്വപ്പെടുവാനായി പ്രയോജനപ്പെടട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ ചില നാളുകളായി നാം തുടർമാനമായി വേർഡ് ആൻഡ് പവർ എന്നുള്ള ദൈവവചന ശുശ്രൂഷയിൽ അനേകരെ അത് കേട്ട് അനുഗ്രഹിക്കപ്പെടുന്നു, അനേകരെ സ്ഥിരമായി കേൾക്കുന്നു, അനേകരെ എഴുതിയെടുക്കുന്നു എന്നൊക്കെ കേൾക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ആമേൻ. ദൈവത്തിൻ്റെ വലിയ കൃപ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അനേകർക്കിത് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും തിരുനാമം മഹത്വപ്പെടേണ്ടതിന് കർത്താവ് സൗഖ്യത്തോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ, ദൈവകൃപയുടെ സ്വർഗീയജ്ഞാനത്തോടെ, പരിശുദ്ധാത്മശക്തിയിൽ കർത്താവെ കാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കണം. ഈ മണിക്കൂറുകളിലൊക്കെ നാം സ്ഥിരമായി ഈ വചനങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നും തുടർന്ന് അതിനോടുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ ഒന്നിച്ച് പറയാനായി താല്പര്യപ്പെടുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടെ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ചോദിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയപിതാവേ, ഞങ്ങൾ നിന്റെ സന്നിധി വിനയപ്പെട്ട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കും. സഹായിക്കണേ, രക്ഷിക്കണേ, ബലപ്പെടുത്തണേ, കൃപ തരണേ കർത്താവേ. ദൈവാത്മാവിൻ്റെ ശക്തിയിൽ വചനം പറയാൻ എളിവന് വരം തരണം. തിരുനാമം മഹത്വപ്പെടണം. ശുശ്രൂഷകളെ ദൈവം ആദരിക്കണം. തിരുനാമം മഹത്വപ്പെടണം. യെസ് കർത്താവെ സഹായിക്കണം. വചനം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൻ്റെ ആത്മാവിനാലും വചനത്താലും കർത്താവ് സന്ദർശിച്ച് അവർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകണം. തിരുകൃപയിൽ അടിയനെ താങ്ങണം. ദൈവാത്മാവിൻ്റെ ശക്തിയേറിയ വചനം തന്നാട്ടെ. ദൈവകൃപയോടെ വിളിച്ച് പറയാൻ എളിയവനെയും സഹായിക്കണം. എല്ലാം അങ്ങ് മഹത്വത്തിനാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ശുശ്രൂഷ ദൈവം അനുഗ്രഹമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും അത് അനുഗ്രഹമാകട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി വിനയപ്പെടാം. ഈ മണിക്കൂറുകൾ ദൈവൻ്റെ ഉള്ളത്തെ പ്രകാശം തന്നൊരു വേദവചനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് വളരെ സുപരിചിതമായ ഒരു വചനം. അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ തിരഞ്ഞെടുത്തു. അതിങ്ങനെയാണ്: ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേർ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ എന്ന് പറയും. ഈ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? അനേകർക്ക് അറിയാവുന്ന സന്തോഷം തരുന്നൊരു വാക്യമായിരുന്നു. നമുക്കറിയാം, വാഴ്ത്തപ്പെട്ട കർത്താവ് ആദ്യം ഒരു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അവരെ ഇങ്ങോട്ട് ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുമ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് വന്നപ്പോൾ ഒരു 70 പേരെ കൂടെ തിരഞ്ഞെടുത്തു. അവരെ ഈരണ്ടായി താൻ കടന്നു ചെല്ലേണ്ടതായ പട്ടണങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും അയച്ചു. ഇവർക്ക് അധികാരം കൊടുത്തു കേട്ടോ. പോകുന്നതിന് മുമ്പേ ശക്തിയോടെ ശുശ്രൂഷിക്കാനും പിന്നെ രോഗികളെ സൗഖ്യമാക്കാനും വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യാനും ഒക്കെ ഇവർക്ക് ദൈവം അധികാരം കൊടുത്തു. അത് അവരോട് നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് പറവീൻ. അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കുവീൻ എന്നൊക്കെ പറഞ്ഞാൽ വിട്ടത്. അതുപോലെ അവർ ചെയ്തു. അവർ കർത്താവിന് പറഞ്ഞ വിചാരം, കർത്താവിൻ്റെ വചനപ്രകാരം അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ വലിയ വിടുതൽ, വലിയ സൗഖ്യമൊക്കെ ജനത്തിന് കിട്ടി. ഇവരങ്ങ് വളരെ സന്തോഷിച്ചു. എത്ര അത്ഭുതകരമായൊരു ശുശ്രൂഷ. നമുക്കും അങ്ങനെ അല്ലേ? നമ്മുടെ ശുശ്രൂഷയെ ഫലം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമില്ലേ? അതുകൊണ്ട് നിശ്ചയമാകും അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. എന്നാൽ
ഇവരെല്ലാം കൂടെ മടങ്ങി വന്ന് കർത്താവിൻ്റെ അടുക്ക വന്നു. അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിശദീകരിക്കുക. ഒരു സന്തോഷത്തോടെ മടങ്ങി വന്നു നമ്മൾ വായിച്ചതല്ലേ. എന്നിട്ട് തങ്ങളുടെ യാത്രയും അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. വേറൊരുത്തത്തിൽ പറഞ്ഞാൽ ഇവരുടെ ആ യാത്രയുടെ ഒരു മിഷൻ റിപ്പോർട്ട് കൊടുക്കുക ദൈവത്തിൻ്റെ സന്നിധി, കർത്താവിൻ്റെ സന്നിധി അല്ലേ. റിപ്പോർട്ട് കൊടുക്കുന്നതിന് പക്ഷേ ഈ റിപ്പോർട്ടിനുള്ള കർത്താവിൻ്റെ പ്രതികരണം എന്താ? ഇവരിത് പറയുമ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്, വളരെ അങ്ങ് സന്തോഷിച്ച് ആഹ്ലാദിക്കുക, വളരെ സന്തോഷം. നമ്മൾ മലയാളത്തിൽ പറയും തുള്ളിച്ചാടി, അതെനിക്കറിയത്തില്ല. ആട്ടെ, ഏതായാലും ഈ വേദവചനത്തെ നമ്മൾ വായിക്കുമ്പോൾ അതേപോലെ എക്സ്ട്രീംലി എക്സൈറ്റഡ്, വളരെയധികം ആഹ്ലാദചിത്തരായിട്ടാണ് അവർ കർത്താവിനോട് കാര്യങ്ങൾ പറയും അല്ലേ. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഇവരുടെ യാത്രയിൽ പല അത്ഭുതങ്ങളും നടന്നു. ഇവർക്കിത് ആദ്യമാണ്. കാരണം എന്തെല്ലാം കാര്യത്തിൽ പ്രവർത്തിച്ച് അവിടെ എല്ലാം ദൈവം തൻ്റെ കൃപയാൽ ഇവരെ സഹായിച്ചുകൊണ്ട് ഒത്തിരി പേർക്ക് വിടുതൽ കിട്ടി. അപ്പം ഇവർ ഇത് മനസ്സിലാക്കി തങ്ങളുടെ ശുശ്രൂഷയിൽ എല്ലാം നടന്നു എന്നുള്ള ആ ഒരു ആശ്വാസത്തിൽ വന്ന് പറയുക, സന്തോഷം. എന്തോ ഓരോരുത്തം വന്ന് പറഞ്ഞ കർത്താവേ ഞാൻ ഒരുത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ്റെ പനി പോയി. വേറൊരുത്തം വന്ന് പറഞ്ഞ കർത്താവേ ഞാൻ ഒരുത്തിന് വേണ്ടി അവൻ്റെ തലവേദന പോയി. വേറൊരുത്തം പറഞ്ഞു ഞാൻ ഒരുത്തിന് വേണ്ടി അവൻ്റെ ആസ്മ പോയി. വേറൊരുത്തൻ പറഞ്ഞു ഞാൻ ഒരുത്തിന് വേണ്ടി കൊരടന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ്റെ കണ്ണു തുറന്നു. ഒത്തിരി റിപ്പോർട്ട് അല്ലേ. ഇങ്ങനെ അങ്ങ് പറഞ്ഞ് ഓരോരുത്തർ 70 പേരില്ലേ എല്ലാം പറഞ്ഞു. ഒരുത്തരും ഒരു കൂട്ടരും ഇങ്ങോട്ട് വന്നേച്ച് പറഞ്ഞു കർത്താവേ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നെന്ന് പറഞ്ഞു. ഇതെല്ലാം ശ്രദ്ധിച്ച് കർത്താവ് നേരം പറഞ്ഞു, സ്റ്റോപ്പ്, നിർത്തിക്കേ. എന്തുവാ നിങ്ങൾ ഇത്രയും സന്തോഷിക്കാൻ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തെ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിപ്പീരെന്ന് പറഞ്ഞു. ഇതാണ് വിഷയം. അപ്പോൾ എന്താ വിഷയം? സന്തോഷം. ആ വിഷയം അവർക്കും സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥമായ സന്തോഷം എന്താണെന്നാ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. അല്ലെ, സന്തോഷിക്കേണ്ടത് എന്തിലാണ്? നോട്ട് ഓൺ ദ ടെമ്പറൽസ് ബട്ട് ഓൺ ദ എറ്റേണൽ. താൽക്കാലികമായി ലഭിക്കുന്ന വിടുതലുകളുടെ ഒന്നും പശ്ചാത്തലത്തിലല്ല സന്തോഷിക്കേണ്ടത്. നിത്യമായി നിലനിൽക്കുന്ന സന്തോഷം. അതെവിടുന്ന? അതെങ്ങനെ ലഭിക്കും? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സന്തോഷം ആ വിഷയമല്ലേ. നമുക്കറിയാം, ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ 3 തരത്തിലുള്ള സന്തോഷം ഇവിടെ ഉണ്ട്. ഒന്ന്, ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ സന്തോഷം. വിശുദ്ധ ലൂക്കോസിന് ശേഷം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു 2-3 ഉപമകൾ കർത്താവ് പറഞ്ഞു. അതിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലേ അല്ലേ? സ്വർഗത്തിൽ അധികം സന്തോഷമെന്ന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ അഥവാ അവന് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചതുകൊണ്ട് ഒരു വലിയ സന്തോഷം അവൻ്റെ ഉള്ളത് നിന്ന് കിട്ടും. പാപത്തിൻ്റെ ഭാരം, പാപത്തിൻ്റെ കെട്ടവനിൽ നിന്ന് മാറി, ആ ഭാരം മാറിക്കഴിയുമ്പോൾ ദൈവകൃപയുടെ സമാധാനവും സന്തോഷവും അവനിലേക്ക് വരും. ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരുക. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭക്ഷണവും പാനീയവും അല്ലെന്ന് കർത്താവ് പറഞ്ഞു. പിന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ ഒരാളായിത്തീരുമ്പോൾ പാപിക്ക് അവിടെ സ്ഥാനമില്ല. പാപത്തിൽ നിന്ന് വിടിപ്പിക്കപ്പെട്ട ദൈവവേദനാണ് അതിനകത്ത് എൻട്രൻസ്. വീണ്ടും ജനിച്ച ദൈവവേദന. അപ്പോൾ അവൻ ഈ സന്തോഷം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കേട്ടോ. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെ ഒരു അനുഭവമായത് അല്ലേ. എവിടുന്ന് ലഭിച്ചു ഈ സന്തോഷം? എങ്ങനെയാണ് നാം അത് അനുഭവിക്കുന്നത്? അപ്പോൾ ഇതിനെ ആ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. ആ സന്തോഷം ആരംഭിക്കുന്നത് സ്വർഗത്തിലാണ്.
അപ്പൊ ഈ സന്തോഷം സ്വർഗത്തിൽ ആരംഭിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് സ്വർഗത്തിൽ എഴുതും. അതൊരു വലിയ സന്തോഷമല്ലേ? അതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പീനും. സ്വർഗത്തിൽ ദൈവം നമ്മുടെ പേരുകൾ എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതൊന്ന് ശ്രദ്ധിച്ചു. ഇത് വലിയൊരു മിസ്റ്ററി അല്ലേ? ഒരു വലിയ മർമ്മമല്ലേ? മർമ്മം എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. കാരണം ഇത് മറഞ്ഞിരിക്കുന്നതാ മർമ്മം. യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നാം പ്രത്യേകം ഓർക്കുന്ന ഒരു വിഷയമുണ്ടല്ലേ? വലിയ സന്തോഷം. എന്താ ക്രിസ്മസിൻ്റെ സന്ദേശം? എന്താ? ദൈവം മനുഷ്യനായി. ലോകമെമ്പാടും ആ വലിയ സന്തോഷത്തിൻ്റെ അനുഭൂതികൾ അയവിറക്കുകയാണ് അല്ലേ? എന്തുവാ ദൈവം മനുഷ്യനായി എന്ന് പറഞ്ഞാൽ മനുഷ്യന് രക്ഷയുടെ കവാടം തുറന്നു. ദൂതന്മാർ അതുകൊണ്ടാണ് പാടിയത്. എന്ത് പറയും? ലൂക്കോസ് 2:10 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. 2 കാര്യം ഇവിടെ ശ്രദ്ധേയമാണ്. ഒന്ന്, ക്രിസ്തു രക്ഷിതാവാണ്, അല്ലെ ക്രിസ്തു എന്ന രക്ഷിതാവ്. 2, സർവ്വജനത്തിനുണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം. 2 കാര്യം ഓർക്കണം. ക്രിസ്തു രക്ഷിതാവാണ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അല്ല, ഒരു സഭയുടെ അല്ല, ഒരു മതത്തിൻ്റെ അല്ല. ഇത് സർവ്വജനത്തിൻ്റെയും രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അതിൽ കൂടെ ലഭിക്കുന്ന മഹാസന്തോഷം എല്ലാവർക്കും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മറ്റൊന്നും ദൈവം നോക്കുന്നില്ല, അറിയാമല്ലോ. എത്രയോ പേര് ജാതി മത വ്യത്യാസമില്ലാതെ ഈ കർത്താവിൻ്റെ സാക്ഷികളായി ലോകത്തിലുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിത്തൗട്ട് എനി റിസർവേഷൻ when you come and ask God to help you. മറ്റു മുൻവിധികളൊന്നുമില്ലാതെ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന്, കർത്താവേ, യേശുവേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രവളേറ്റ് പറഞ്ഞാൽ ദൈവം എന്നെ രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ബേത്ലഹേമിൽ ജനിച്ച കർത്താവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജനിക്കുമ്പോഴാണ് ഈ സന്തോഷം ഉണ്ടാകുന്നത് കേട്ടോ. അന്നേരമാണ് അവൻ്റെ രക്ഷ കരസ്ഥമാകുന്നത്. അപ്പോഴായി സന്തോഷം ആരംഭിക്കുന്നു. ഇത് സാധ്യമാണോ? നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ബേത്ലഹേമിലെ പുൽക്കുട്ടി ജനിച്ചു, അല്ലെ അവിടെ ജനിച്ച കുട്ടിയെ അവിടെ കൊണ്ട് ഇട്ടു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന പഠിക്കുന്ന ഈ യേശുവരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ജനിക്കുന്നത്? അത് സാധ്യമാണ്. അതും ഒരു മർമ്മമാണ്. ദാറ്റ്സ് ഓൾസോ എ മിസ്റ്ററി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കൊലോസ്യ ലേഖനം 1:26-27, Paulus on this is a mystery which was hidden to the forefathers and ancient generation, but now it is revealed to his saints, Christ in you, the hope of glory. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമാണ്, എന്നാൽ ഇപ്പോൾ തന്നെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കും. എന്ന് വെച്ചാൽ വിനയപ്പെട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാൻ കഴിയുന്നവരായ വിശുദ്ധന്മാരെന്ന് പറഞ്ഞു കേട്ടോ. വഴിയെ നടക്കുന്ന എല്ലാവരെയും അല്ല. അവരുടെ ഉള്ളങ്ങളിൽ, ക്രിസ്തു അവരുടെ ഉള്ളങ്ങളിൽ ഇരിക്കുന്നു എന്നത്. ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. വളരെ സന്തോഷം തരുന്നൊരു വാക്കാണ്. എത്ര ആശ്വാസകരം. ഉന്നതനായ ദൈവം, അണ്ടഹടാകങ്ങളെ സൃഷ്ടിച്ച വലിയവനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു. അവിടെ തീർന്നില്ല. നിന്റെ ഉള്ളത്തിൽ നിന്റെ രക്ഷിതാവായി വസിക്കുന്നു എന്ന് പറയുന്നത് സ്തോത്രം ചെയ്യണ്ടേ? ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? സർവ്വജനത്തിനുള്ള മഹാസന്തോഷം, മഹാരക്ഷ അനുഭവമായി തീർന്നിട്ടുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരുടെ പേര് സ്വർഗത്തിൽ എഴുതും കേട്ടോ. അതെവിടെ എഴുതുന്ന? സ്വർഗത്തിൽ പേനയുണ്ടോ? പെൻസിലുണ്ടോ? പേപ്പറുണ്ടോ? അതൊക്കെ സർവജ്ഞാനിയായ സർവശക്തനായ ദൈവം ഇതിൻ്റെ എല്ലാം കൺട്രോളുണ്ട്. എല്ലാ കമ്പ്യൂട്ടറിൻ്റെ സെൻറ്ററാണ്. മനസ്സിലായോ? He has every situation,
എവറി നോളജ്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിന് വേദപുസ്തകം നമുക്കൊരു മറുപടി തരുന്നുണ്ട്. ഇത് ആരാ എഴുതുന്നേ? ദൈവം തന്നെ. 87-ാം സങ്കീർത്തനം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവനും അവനും അവിടെ ജനിച്ചു. അപ്പൊ യഹോവയാണ് എഴുതുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് ദൈവമാണ്, മറ്റാരെയും അത് ഏൽപ്പിച്ചില്ല. അവിടെ ഒരു മാൽ പ്രാക്ടീസ് നടക്കാതിരിക്കാൻ, ഒരു പക്ഷാഭേദവും ആരും കാണിക്കാതിരിക്കാൻ ദൈവം ആരെയും ഏൽപ്പിച്ചില്ല. ദൈവം തമ്പുരാൻ നേരിട്ട് എഴുതുന്നു. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. അത് സന്തോഷിച്ചോണം. ഇവിടുത്തെ നമ്മുടെ അവിടുത്തെ നമ്മുടെ ചർച്ചിൻ്റെ രജിസ്റ്ററിലും പഞ്ചായത്തിലും അങ്ങനെ പിന്നെ ആധാർ തുടങ്ങി ഒത്തിരി ഉണ്ടല്ലേ, ഇവിടെ ഒക്കെ പേര് കാണും. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, പേര് സ്വർഗത്തിലുണ്ടോ എന്നൂടെ ചിന്തിക്കണമേ. സ്നേഹത്തോടെ അറിയിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ ഭാഗ്യവാന്മാരാകട്ടോ. ദൈവനാമത്തെ ദൈവത്തിന് സ്തോത്രം. എന്തിനാ ഈ പുസ്തകത്തിൽ ഈ പേര് വേണമെന്ന് പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകം പോയി വായിച്ചു, 20-ാം അധ്യായം. അന്ത്യനായ വിധിയിൽ ദൈവം ഈ പുസ്തകം തുറക്കും, ജീവന്റെ പുസ്തകം തുറക്കും. അതിൻ്റെ 20-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഭയപ്പെടുത്തുന്നൊരു ശബ്ദമാണ്. ഭയപ്പെടുന്ന കാര്യമില്ല. ആ പുസ്തകത്തിൽ പേരെഴുതാൻ ഒന്ന് വിനയപ്പെട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ. വചനം കേൾക്കുന്നവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കരുണ ചെയ്യണേന്ന് പ്രാർത്ഥിച്ചോ. ഒരു പക്ഷേ അടുത്തൊരു സമയം കിട്ടിയെന്നിരിക്കത്തില്ല. ഏറ്റവും അടുത്ത് കിട്ടുന്ന സമയം ദൈവം നിന്റെ വാതുക്കൽ, നിന്റെ വീടിന്റെ പടിക്കൽ, നിന്റെ കാതുകടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാൻ ഇടയാകട്ടെ ദൈവത്തിന്. അപ്പൊ അതിനകത്തൊരു സന്തോഷം. വിസ്തരിക്കേണ്ട വിഷയമാണ്, അവിടെ നിൽക്കാൻ സമയമില്ല. രണ്ടാമത് ഇവിടെ പറഞ്ഞത് ജോയ് ഓഫ് സർവീസ്, ശുശ്രൂഷിക്കുന്നതിലുള്ള ഒരു സന്തോഷം. കർത്താവിൻ്റെ വേല ചെയ്യുന്നതിലൊരു സന്തോഷമുണ്ട് കേട്ടോ, ഇല്ലയോ? നിശ്ചയമായിട്ടുമുണ്ട്. അതിനകത്തൊരു സന്തോഷമുണ്ട്, ഒരു വലിയ സന്തോഷം. പക്ഷേ അതത്ര ഈസി ആയിട്ടുള്ളതല്ല ഈ വേലയെന്ന് പറയുന്നത്. ഇതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതാ. പെയിനുണ്ട് ഇതിനകത്ത്, പെയിൻ, വേദനയുണ്ട്. മനസ്സിലായോ? ഇവർ പോവാണ്, ഫീൽഡിലോട്ടങ്ങ് ഇറങ്ങുകയാണ്. ഹാർവെസ്റ്റ്, കൊയ്തെടുക്കാനുള്ള ലേബർ, കാഴ്ചക്കാരായിട്ടല്ല, അധ്വാനിക്കാൻ ഇറങ്ങുക. ഇവിടെ ശത്രുക്കളുണ്ട്, അവനെയൊക്കെ ജയിച്ചു വേണം ഇവിടെ പരിപാടി നടത്താൻ, പ്രവർത്തിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാർ ചുരുക്കമാ. കൊയ്ത്തിൻ്റെ യജമാനോട് അപേക്ഷിക്കാനൊക്കെ അവൻ്റെ മേളിൽ പറയുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? ഇതിനകത്ത് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് തന്നെ പറഞ്ഞു. അപകടമുണ്ട് ഇതിനകത്ത്, ഡേഞ്ചറുണ്ട്. ദൈവവേല എന്ന് പറഞ്ഞാൽ ഈസി അല്ല കേട്ടോ. ദൈവവേലക്കാരെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട്, അപകടമാകട്ടോ. ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തുമെന്നാ. കാരണം ഇവർ പോയിരിക്കുന്ന വഴി എവിടാന്നറിയാമോ? കർത്താവ് പറഞ്ഞു, ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ സൂക്ഷിക്കണം, പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായി ജീവിക്കണം എന്ന് പറഞ്ഞ് ആലോചന കൊടുത്തു വിട്ടത് എവിടാ? ആരുടെ നടുവിലാ? ചെന്നായ്ക്കട നടുവിൽ. ഒരു കുഞ്ഞാടിനെ ചെന്നായുടെ കൈ കിട്ടിയാൽ വിടുമോ? എന്തുമായിരിക്കും അനുഭവം? ഈ ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ദൈവവേല. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, ഇത്രയും പ്രതികൂലം ഉണ്ടെങ്കിലും, പോരാട്ടമുണ്ടെങ്കിലും, എതിർപ്പുകളുണ്ടെങ്കിലും, ഒരുപക്ഷെ മരണത്തിൻ്റെ വരെ മണ്ഡലങ്ങൾ വന്നിട്ടും എന്താ ആയിരങ്ങൾ പിന്നെയും വരുന്നത്? ശ്രീയേശുനാമം അതിശയനാമം എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് പോവുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ ദിവ്യജനമേ, രക്ഷാദൂതിൻ പടകവുമായി എന്ന് പാടി ഇറങ്ങുന്നതിൻ്റെ കാര്യം എന്നാ? ഇതിലൊരു സന്തോഷമുണ്ട്. There is a joy in the service of the Lord. സ്തോത്രം ചെയ്യാം. ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഭക്തന്മാർക്കായി ഞാൻ പരമാർത്ഥയോടെ വേല ചെയ്യുന്നവനെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. പ്രതികൂലത്തിന് നടുവിൽ കൈവിടാതെ ദൈവം നിന്നെ താങ്ങി നടത്തും. വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, വിശ്വസ്തയോടെ സേവ ചെയ്താൽ മതി. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല നാളുകൾ ദൈവം നിനക്ക് തരും. നിന്റെ തലമുറയും അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.
അപ്പോൾ രണ്ട്, ഇത് ജോയ് ഓഫ് സർവീസാണ്. ഒന്ന് ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ സന്തോഷം. രണ്ട് ജോയ് ഓഫ് സർവീസ്, ശുശ്രൂഷയിലുള്ള സന്തോഷം. മൂന്ന് എന്തുവാ? ജോയ് ഇൻ ദ സോവർണിറ്റി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള ഒരു സന്തോഷം. എന്തുവാ? അതെന്താ മനസ്സിലാക്കുന്നത്? കർത്താവ് ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു കേട്ടോ. അധികാരം കൊടുക്കാൻ അധികാരമുള്ളവനല്ല കൊടുക്കാൻ പറ്റൂ, അല്ലാത്തവൻ എന്തോ ചെയ്യും? കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിക്കളവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തത്തില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. 19 വാക്യം അതാ പറയുന്നത് കേട്ടോ. കാരണം ഈ അധികാരം തരാമെന്ന് കർത്താവ് പറയാൻ കാരണം അതിൻ്റെ 22 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുവാ? എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. സകല അധികാരവും ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവം കർത്താവിൻ്റെ പിതാവ് പുത്രനായ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ടൊരു സർവശക്തിയുള്ള ഒരു ഉറവിടം നമുക്കുണ്ട് കേട്ടോ. ആ വ്യക്തിയുമായി നമുക്ക് കാര്യം. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 22 അവസാനത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു. സകല അധികാരവും, അതിനപ്പുറത്തൊരധികാരമില്ല. അങ്ങനെ സർവശക്തനായൊരു ദൈവം, ആ ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ സ്തോത്രം ചെയ്യാൻ കഴിയണം. നാം വിളിച്ചപേക്ഷിക്കുന്നതെയും നാം ആരാധിക്കുന്നതെയും നാം പ്രാർത്ഥിക്കുന്നതെയും ഒരു കഴിവില്ലാത്ത ദൈവമല്ല. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ നിർമ്മിച്ചവൻ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന കർത്താവ്, നിന്റെ ജീവിത വിഷയങ്ങളെ അറിയാവുന്നവൻ, അന്തർഭാഗത്തിലെ സത്യമറിയുന്ന ദൈവം, നിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ആ വലിയവനായ ദൈവമായി നിനക്ക് കാര്യമുണ്ട്. നിനക്കെതിരെ വരുന്ന ശത്രുവിനെയും സകല തന്ത്രങ്ങളെയും പോരുകളെയും പോരാട്ടങ്ങളെയും ജയിച്ച് ജയകരമായി നിന്നെ മുന്നോട്ട് നടത്താൻ ഈ സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ആകയാൽ സന്തോഷിപ്പീൻ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നത് അത്രയും സന്തോഷിപ്പീൻ. ചോദിക്കട്ടെ, സ്വർഗത്തിൽ പേരുണ്ടോ പ്രിയപ്പെട്ടവരെ? സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷത്തിൻ്റെ അനുഭവത്തിലായിട്ടുണ്ടോ? ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ, സർവ്വജനത്തിനും, ക്രിസ്ത്യാനിയെന്നും ഹിന്ദുവെന്നും മുസൽമാനെന്നും അല്ല, അങ്ങനെ ഒരു ജാതി മതമൊന്നും ദൈവത്തിനൊരു സൃഷ്ടിയേ ഉള്ളൂ, മനുഷ്യജാതി കേട്ടോ. അത് മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുത്ത് വരാൻ എല്ലാവർക്കും ഇടയാകട്ടെ. വചനം കേൾക്കുന്ന പേർപ്പെട്ടവരുമേ ഈ മരണം കൊണ്ട് അവസാനിക്കാത്ത, ഈ ജീവിതം കൊണ്ട് അവസാനിക്കാത്ത ഒരു നിത്യതയുണ്ട്. യേശു ക്രിസ്തുവിലൂടെ വിശുദ്ധ ബൈബിളിൽ കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ മഹത്വകരമായ സത്യത്തെ സ്വർഗത്തിൽ പേരെഴുതിയവരായി കാണാൻ കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമോ? എത്ര പേർക്ക് താല്പര്യമുണ്ട്? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താവേ, നൽകപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന മഹത്വകരമായ സന്തോഷം, ആ വലിയ അനുഭവം നീ ഞങ്ങൾക്ക് തന്നല്ലോ. ഇന്ന് വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. കർത്താവേ, ആമേൻ പേരുകളില്ല എന്ന്, ആമേൻ ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്തവർക്ക് ആ പേര് സ്വർഗത്തിൽ എഴുതാൻ തക്കവണ്ണം ദൈവമായ ദൈവങ്ങളുടെ സന്തോഷത്തിലേക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരുടെ ശുശ്രൂഷയിൽ ഒരു സന്തോഷമുണ്ടല്ലോ. പ്രതികൂലവും എതിർപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിന് നടുവിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി നിന്റെ മക്കളെ നീ ധൈര്യപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപയിലെല്ലാം സർവശക്തനായ, സർവജ്ഞാനിയായ, സർവ്വവ്യാപിയായ, ഒരു സർവാധികാരിയായ ഒരു കർത്താവുമായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം. ആകയാൽ ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവേ. ആമേ, അതിനപ്പുറത്തൊരു അധികാരമില്ലല്ലോ. അധികാരത്തിൻ്റെ കീഴിൽ ഞങ്ങൾ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കൃപയുടെ സന്തോഷത്തിൽ ഞങ്ങളെ മുന്നോട്ട് നടത്തണം. ഈ ലോക ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരണം. ഇതിനപ്പുറത്തുള്ള നിത്യതയും അങ്ങ് ചെന്നെത്തോളും എല്ലാവരെയും കൃപയുടെ കരങ്ങളിൽ താങ്ങണം. തിരുനാമം മഹത്വപ്പെടണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.